ഡിഫറൻസ് ബിറ്റ്വീൻ മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാറുള്ള ചോദ്യമാണിത്. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. ചിലപ്പോൾ കുറച്ച് എക്സാമ്പിൾ വന്നിട്ട് അതിൽ മൈക്രോ ഏതാണ് മാക്രോ ഏതാണെന്ന് തരംതിരിക്കാനും ചോദിക്കാറുണ്ട്. എക്സാമിന് ആവർത്തിച്ച് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ആദ്യം നമ്മൾ മാക്രോ എന്ന് പഠിക്കുന്നതിന് മുമ്പ് ആദ്യം എക്കണോമിക്സ് എന്താണെന്ന് മനസ്സിലാക്കണം. എക്കണോമിക്സ് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ഗ്രീക്ക് വേർഡ് ഓയിക്കണോമിയ വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ്. ഫാദർ ഓഫ് ആൻ എക്കോണമി ഈസ് നോൺ ആസ് ആഡം സ്മിത്ത്. അല്ലേ, എക്കണോമിക്സിന് പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ആഡം സ്മിത്താണ്. എക്കണോമിക്സ് രൂപം കൊണ്ടത് ഗ്രീക്ക് വേർഡായ ഓയിക്കണോമിയിൽ നിന്നാണ്. വിച്ച് മീൻസ് ഹൗസ് ഹോൾഡ് മാനേജ്മെൻറ്റ് അഥവാ ഗൃഹഭരണം എന്നൊക്കെ പറയാറുണ്ട്. അപ്പം ആദ്യകാലത്ത് എക്കണോമിക്സ് അറിയപ്പെടുന്ന പേര് പൊളിറ്റിക്കൽ എക്കോണമി എന്നുള്ള പേരിലായിരുന്നു. എന്നാൽ പൊളിറ്റിക്കൽ എക്കോണമിനെ എക്കണോമിക്സ് എന്നുള്ളതിലേക്ക് മാറ്റിയിട്ടുള്ളത് ആരാണ്? ആൽഫ്രഡ് മാർഷലാണ്. ഒരുപാട് അല്ലേ എക്കണോമിക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പം ഇവിടെ നമ്മൾ മൈക്രോ മാക്രോ എക്കണോമിക്സിൻ്റെ പ്രധാനമായിട്ടുള്ള രണ്ട് ബ്രാഞ്ചസ് ആണ് അല്ലേ. ദർ ആർ സോ മെനി ബ്രാഞ്ചസ് ഓഫ് ആൻ എക്കണോമിക്സ്. എക്കണോമിക്സിൽ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട്. അതിൽ ഏറ്റവും ഒരു പ്രധാനമായിട്ടുള്ള രണ്ട് ബ്രാഞ്ചുകളാണ് മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. നമ്മൾ പ്ലസ് ടു എക്കണോമിക്സിൽ മൈക്രോ എക്കണോമിക്സിനെ കുറിച്ചും മാക്രോ എക്കണോമിക്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മൈക്രോ എക്കണോമിക്സ്. ദി വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മൈക്രോസ് വിച്ച് മീൻസ് സ്മോൾ അല്ലേ. ഗ്രീക്ക് വേർഡായ മൈക്രോസ് എന്ന വേർഡിൽ നിന്നാണ് മൈക്രോ എക്കണോമിക്സ് രൂപം കൊണ്ടത് അല്ലേ. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നാണ്. വിച്ച് മീൻസ് സ്മോൾ. ഇറ്റ് സ്റ്റഡീസ് സ്മോൾ പാർട്ട് ഓഫ് എൻ എക്കണോമി. എക്കണോമിക്സിൻ്റെ ചെറിയ ഭാഗങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ പഠിക്കുന്നുള്ളൂ, മൈക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നുള്ളൂ. അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റ്, ഫാക്ചർ പ്രൈസിങ്, ഇൻഡിവിജ്വൽ പ്രൈസ് അല്ലേ. അതായത് ഒരു ഉപഭോക്താവിൻ്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അല്ലേ, ഒരു സ്ഥാപനം അല്ലേ അല്ലെങ്കിൽ ഒരു ഫേം, ഇതിനെക്കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്താണെന്ന് പറയാം? മൈക്രോ എക്കണോമിക്സ്. എക്കണോമിക്സിൻ്റെ ചെറിയ ഭാഗങ്ങളെക്കുറിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, ദ വേർഡ് മാക്രോ കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് മാക്രോസ് വിച്ച് മീൻസ് ലാർജ്. മാക്രോ എക്കണോമിക്സ് കടന്നു വന്നത് ഗ്രീക്ക് വേർഡായ മാക്രോസിൽ നിന്നാണ്. വിച്ച് മീൻസ് ലാർജ് അല്ലെങ്കിൽ എന്താണ്? ഹ്യൂജ് പാർട്ട് ഓഫ് ആൻ എക്കോണമി. എക്കണോമിക്സിന് വോൾ പാർട്ട് ഓഫ് ആൻ എക്കോണമി. എക്കണോമിക്സിനെ മൊത്തമായിട്ട് പഠിക്കുകയാണ്. വിച്ച് സ്റ്റഡീസ് ഹോൾ പാർട്ട് ഓഫ് ആൻ എക്കോണമി. എക്കണോമിക്സിനെ മൊത്തമായിട്ട് പഠിക്കുകയാണ് ഇവിടെ മാക്രോ എക്കണോമിക്സിൽ നമ്മൾ ചെയ്യുന്നത്. അതിലെന്തൊക്കെ ഉണ്ടായിരിക്കും? നാഷണൽ ഇൻകം, ദേശീയ വരുമാനത്തെക്കുറിച്ച്, അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, എക്സ്പോർട്ട്, ഇമ്പോർട്ട്, അൺഎംപ്ലോയ്മെൻറ്റ്, ജനറൽ പ്രൈസ് ലെവൽ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു എക്കണോമിക്സിൻ്റെ കൂടുതലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിന് എക്സാമ്പിളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കി വേണ്ടി ശ്രമിക്കുക. കാരണം എക്സാമിന് കുറച്ച് എക്സാമ്പിൾ എന്നിട്ട് അതിൽ മൈക്രോ ഏതാണെന്ന് മാക്രോ ഏതാണെന്ന് കണ്ടെത്താൻ വേണ്ടി ചോദിക്കാറുണ്ട്. എക്സ്പ്ലെയിൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലേ. എക്സാമിന് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അഥവാ ചോദനത്തിന് വില ഇലാസ്തികത അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈയും ചോദിക്കാറുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും എക്സാമിന് ചോദിക്കുന്നതാണ്. എന്താണ് ഇലാസ്റ്റിസിറ്റി? ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസീവ്നെസ്. അതായത് പ്രൈസിലും മാറ്റം സംഭവിക്കുന്നതനുസരിച്ച് അല്ലെ, ചേഞ്ചസ് ഇൻ പ്രൈസിൽ മാറ്റം സംഭവിക്കുന്നതനുസരിച്ച് അതിന് ഡിമാൻഡിൽ മാറ്റം സംഭവിക്കും. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുമെന്നും പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്നാൽ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചില സമയങ്ങളിൽ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അല്ലെങ്കിൽ എന്താണ്? വിവിധ തരത്തിലുള്ള മാറ്റങ്ങൾ. ദർ ആർ ഡിഫറെൻറ്റ് ചേഞ്ചസ്, 5 ഡിഗ്രീസ് ഓഫ് ചേഞ്ചസ് ഇൻ ഡിമാൻഡ് അല്ലേ. പ്രധാനമായിട്ട് 5 തരത്തിലുള്ള ചേഞ്ചുകൾ സംഭവിക്കുന്നുണ്ടെന്ന് പറഞ്ഞത്. ദ വേർഡ് ഇലാസ്റ്റിസിറ്റി മീൻസ് റെസ്പോൺസീവ്നെസ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി ക്യാൻ ഡിറ്റർമൈൻ ദ എമൗണ്ട് ഓഫ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ബ്രോട്ട് അബൌട്ട് ബൈ പ്രൈസ് ചേഞ്ച്. ഇത് ഫസ്റ്റ് യൂസ്ഡ് ആൽഫ്രഡ് മാർഷൽ. ആൽഫ്രഡ് മാർഷലാണ് ഇത് ഫസ്റ്റ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതായത് വിലയിലെ മാറ്റത്തിനനുസരിച്ച് അതിൻ്റെ ഡിമാൻഡിൽ പ്രധാനമായിട്ടും 5 രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കണം, 5 രീതിയിൽ പ്രതികരിക്കും എന്നാണ് പറഞ്ഞത്. അവ ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഒന്നാമത്തത് ഇലാസ്റ്റിക് ഡിമാൻഡ്, ഇലാസ്തിക ചോദനം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ്. അതായത് വിലയിലുള്ള മാറ്റത്തേക്കാൾ കൂടുതൽ മാറ്റം അതിൻ്റെ ഡിമാൻഡിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്തെന്ന് പറയും? ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അതായത് പ്രൈസിലൊരു 10% ചേഞ്ച്, പ്രൈസിൽ 10% മാറ്റം സംഭവിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഡിമാൻഡിൽ ഒരു 30%, 40% അല്ലെ 30 or 40% ചേഞ്ച് സംഭവിക്കുകയാണ് അല്ലെ. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രൈസിലുള്ളതിനേക്കാൾ കൂടുതൽ മാറ്റം അതിന് ഡിമാൻഡിൽ സംഭവിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. അപ്പോൾ ഒരു പ്രൈസ് 10% ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് 30% ഇൻക്രീസ് ചെയ്തു. ഇനി പ്രൈസ് 10% ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് 30% ഡിക്രീസ് ചെയ്യുക അല്ലേ. അപ്പം അതിനേക്കാൾ കൂടുതൽ 20, 30, 40 എത്ര വേണമെങ്കിലും ആവാവുന്നതാണ്. അപ്പം ഫസ്റ്റത്തത് ഇലാസ്റ്റിക് ഡിമാൻഡ്. എന്താ പറഞ്ഞത്? പ്രൈസിൽ ഒരു 10% ചേഞ്ച് സംഭവിക്കുമ്പോൾ അതിന് ഡിമാൻഡിൽ അതിനേക്കാൾ കൂടുതൽ ചേഞ്ച് സംഭവിക്കുകയാണ്.
ഡിമാൻഡ് കർവ് ഏകദേശം ഈ ഒരു ഷേപ്പായിരിക്കും അല്ലേ. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അല്ലേ, പ്രൈസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു മാറ്റം മാത്രമേ സംഭവിക്കുള്ളൂ. ഡിമാൻഡിൽ അതിനേക്കാൾ കൂടുതൽ മാറ്റമാണ് സംഭവിച്ചുള്ളത്. ഇനി സെക്കൻഡ് വൺ, ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇലാസ്തികമല്ലാത്ത ചോദനം എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്താ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ്? ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രൈസ് 10% മാറ്റം സംഭവിക്കുന്നതാണ്. ഇവിടെ നിന്ന് പ്രൈസ് ഒരു 30% മാറ്റം സംഭവിക്കുമ്പോൾ ഡിമാൻഡ് ഒരു 10% മാറ്റമേ സംഭവിക്കുന്നുള്ളൂ. പ്രൈസ് ഒരു 30% ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ 30% ഡിക്രീസ് ചെയ്യും. 30% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡിൽ ഒരു 10% ഡിക്രീസ് ചെയ്യും. എന്നാൽ ഒരു 30% ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഒരു 10% ഇൻക്രീസ് ചെയ്യും. അതായത് പ്രൈസിലുള്ള മാറ്റത്തേക്കാൾ കുറവ് മാറ്റം മാത്രമേ അതിന് ഡിമാൻഡ് സംഭവിക്കുന്നുള്ളൂ. ഇവിടെ ഇലാസ്റ്റിസിറ്റി ഇ ഡി എന്തായിരിക്കും? മോർ ദാൻ 1. ഇവിടെ ഇ ഡി ലെസ് ദാൻ 1 ആണ്. ഇ ഡി ഒന്നിനേക്കാൾ കുറവ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും അല്ലേ, ഇവിടെ ഡിമാൻഡിൽ ഇത്ര മാറ്റമേ സംഭവിച്ചിട്ടുള്ളൂ. എന്നാൽ എന്താണ് അതിൻ്റെ പ്രൈസിൽ ഇത്രത്തോളം മാറ്റം സംഭവിച്ചിട്ടുണ്ട് അല്ലേ, അതിനേക്കാൾ കൂടുതൽ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, ഏകാത്മക ഇലാസ്തിക ചോദനം എന്ന് പറയും. ഏകദേശം സമാന്തരമായിരിക്കും. അതായത് പ്രൈസ് ഒരു 20% ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഒരു 20% ഡിക്രീസ് ചെയ്യും. പ്രൈസ് ഒരു 20% ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഒരു 20% ഇൻക്രീസ് ചെയ്യും. അതായത് പ്രൈസിലുള്ള മാറ്റവും ഡിമാൻഡിലുള്ള മാറ്റവും ഈക്വലാണ്. പ്രൈസുള്ള മാറ്റവും ഡിമാൻഡിലുള്ള മാറ്റവും ഈക്വലാണ്. ഡിമാൻഡ് കർവ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡിൽ യൂണിറ്ററി ഇലാസ്റ്റിക് അല്ലേ. എന്താ യൂണിറ്ററി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ആൻഡ് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ പ്രൈസ് ആർ ഈക്വൽ അല്ലേ. പെർസെൻറ്റേജ് ചേഞ്ച് പ്രൈസും ഡിമാൻഡിലും ഒരേപോലെ മാത്രമേ മാറ്റം സംഭവിക്കുന്നുള്ളൂ. രണ്ട് തുല്യമായിരിക്കും. ഇതിനെ നമ്മൾ എന്ത് പറയും? യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഈ ഫോർത്ത്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, പൂർണ്ണ ഇലാസ്തിക ചോദനം എന്നൊക്കെ പറയാറുണ്ട്. എന്താ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് എത്ര വർദ്ധിച്ചാലും അല്ലെങ്കിൽ എത്ര കുറഞ്ഞാലും ഡിമാൻഡിൽ യാതൊരുവിധ ചേഞ്ചും സംഭവിക്കുന്നില്ല അല്ലേ. ഡിമാൻഡ് കർവ് എങ്ങനെ ആയിരിക്കും? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇ ഡി ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് വെൻ സ്മോൾ ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഇൻഫിനിറ്റി ചേഞ്ച് ഇൻ ഡിമാൻഡ്. പ്രൈസിൽ ചെറിയൊരു മാറ്റം ഉണ്ടായാൽ പോലും, ഒരു 1% അല്ലെങ്കിൽ 2% മാറ്റം ഉണ്ടായാൽ പോലും അതിൻ്റെ ഡിമാൻഡിൽ, അതായത് ഒരു 20%, 30%, 50% മാറ്റം സംഭവിക്കുകയാണ് അല്ലേ. പ്രൈസ് ചെറുതായിട്ടൊന്ന് വർദ്ധിച്ചു അല്ലേ, സ്മോൾ ചേഞ്ച് ഇൻക്രീസ് ചെയ്ത്. അപ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്ത്? നല്ല രീതിയിലുണ്ട് കുറഞ്ഞല്ലേ, നല്ല മുഴുവനായിട്ടുണ്ട് കുറയാണ്. എന്നാൽ പ്രൈസ് ചെറുതായിട്ടൊന്ന് കുറഞ്ഞെന്ന് വിചാരിക്കും, ചെറുതായിട്ടൊന്ന് ഡിക്രീസ് ചെയ്ത്. അപ്പോൾ എന്ത് ചെയ്തു? അതിൻ്റെ ഡിമാൻഡ്, ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻഫിനിറ്റി ചേഞ്ച് ഈസ് ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്താണ്, അത് നല്ല രീതിയിൽ വർദ്ധിക്കുകയാണ്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയുന്നത്. അത് പ്രൈസിലെ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ പോലും, പ്രൈസിൽ ചെറിയ മാറ്റം സംഭവിച്ചാൽ പോലും അതിന് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഇൻഫിനിറ്റി ആയിട്ടുള്ള മാറ്റം സംഭവിക്കുകയാണ്. ഇത് നമ്മൾ നാലാമത്തതാണ്. ഇവിടെ ഇ ഡി ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിൽ ഡിമാൻഡ് കർവ് എങ്ങനെ ആയിരിക്കും ഉണ്ടാവുക? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഇത് നാലാമത്തതിനാണ് നമ്മൾ പറയാനുള്ളത്. അപ്പം പ്രൈസിൽ ചെറിയ മാറ്റം സംഭവിച്ച പോലും, പ്രൈസിൽ ഒരു ചെറിയ മാറ്റം അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് കൂടുകയോ ചെറുതായിട്ടൊന്ന് കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഇൻഫിനിറ്റായിട്ടുള്ള മാറ്റം ഇവിടെ സംഭവിക്കും. അതിന് ഡിമാൻഡിൽ സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. ഫോർത്ത്, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലെ. പ്രൈസ് എത്ര ഇൻക്രീസ് ചെയ്താലും എത്ര ഡിക്രീസ് ചെയ്താലും അതിന് ഡിമാൻഡിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല. ഇ ഡി ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് ഈ സിറ്റുവേഷൻ ഇൻ വിച്ച് വാട്ട് എവർ മേ ബി ചേഞ്ച് ഇൻ പ്രൈസ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഈസ് അൺഅഫക്റ്റഡ്. എന്ത് മാറ്റം ഉണ്ടായി കഴിഞ്ഞാലും അതിന് ഡിമാൻഡിൽ യാതൊരുവിധ രീതിയിൽ സ്വാധീനം ഉണ്ടാവില്ല. അൺഅഫക്റ്റാണ് ചെയ്യുക അല്ലെ, യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ല, ഒരിക്കലും അതിനെ സ്വാധീനിക്കുന്നില്ല. പ്രൈസ് എത്രത്തോളം ഇൻക്രീസ് ചെയ്താലും പ്രൈസ് എത്രത്തോളം ഡിക്രീസ് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഡിമാൻഡിൽ യാതൊരുവിധ മാറ്റവും സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മൾ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. എന്നാൽ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡിൽ എന്ന് പറഞ്ഞത് പ്രൈസ് ചെറിയൊരു മാറ്റം സംഭവിച്ചാൽ പോലും, ചെറുതായിട്ടൊന്നും ഇല്ല, 1%, 2% കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മാറ്റം, ഇൻഫിനിറ്റ് ആയിട്ടുള്ള മാറ്റം അതിന് ക്വാണ്ടിറ്റി ഡിമാൻഡ് സംഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് പറയും. RBI publishes
ഫിഗേഴ്സ് ഫോർ 4 ആൾട്ടർനേറ്റീവ് മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ. എക്സാമിന് 4 മാർക്കിനോ 5 മാർക്കിനോ വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റൻ ആണിത് അല്ലെ. മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ 4 മാർക്കിനാണെങ്കിൽ ആ 4 മെഷർ മാത്രം അല്ലെങ്കിൽ അളവുകൾ മാത്രം എഴുതിയാൽ മതി. എന്നാൽ 5 മാർക്കിനാണെങ്കിൽ ചിലപ്പം അതിന് മറ്റ് ചിലത് കൂടി തരാറുണ്ട്. എലിസിഡേറ്റ് 4 മെഷേഴ്സ് ഓഫ് മണി സപ്ലൈ, പണത്തിന്റെ 4 അളവുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഐഡന്റിഫൈ നാരോ മണി ആൻഡ് ബ്രോഡ് മണി അല്ലെ. എന്താണ് നാരോ മണി അല്ലെങ്കിൽ സങ്കുചിത പണം, വിശാല പണം അല്ലെങ്കിൽ നാരോ മണി ആൻഡ് ബ്രോഡ് മണി എന്താണെന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. 4 മാർക്കിനാണെങ്കിൽ ഈ 4 അളവുകൾ മാത്രമേ ചോദിക്കുള്ളൂ. M1 = CU + DD, കറൻസി + ഡിമാൻഡ് ഡെപ്പോസിറ്റ്. CU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ കയ്യിലുള്ള പൈസ, DD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ കിട്ടാൻ ആഗ്രഹിക്കുന്ന പൈസ, ബാങ്കിലുള്ളതാവാം, ചിലപ്പോൾ വൈകുന്നേരം ജോലി എടുത്ത് കിട്ടുന്നുള്ളതാവാം, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ തരാനുള്ള പൈസ ഏതുമാവാം അല്ലെ. ഇതിനെ നമ്മൾ DD, ഡിമാൻഡ് ഡെപ്പോസിറ്റ് എന്ന് പറയും. M1 = CU + DD. M2 = M1 + സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. പോസ്റ്റ് ഓഫീസിലോ അല്ലെങ്കിൽ സേവിങ്സ് ബാങ്കുകളിലുള്ള ഡെപ്പോസിറ്റിനാണ് നമ്മളെന്ത് പറയുക, M2 എന്ന് എന്താണ് സേവിങ്സ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കുകളും M1 കൂടി ചേർന്നാണ് M2 എന്ന് പറയുന്നത്. അതായത് ഏത് സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. പോസ്റ്റ് ഓഫീസും അതുപോലെ സേവിങ് ബാങ്കുകളിലെ പണം അത് ഏത് സമയത്ത് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ M1 ഉം M2 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. M3 M1 + നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് അല്ലേ. അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ, അതും M1 കൂടി ചേർന്നാണ് M3 എന്ന് പറയുന്നത്. M4 = M3 + ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ഓർഗനൈസേഷൻ ആൻഡ് എക്സ്പെക്റ്റ് നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ് അല്ലെ. ദേശീയ സമ്പാദ്യ പദ്ധതികൾ അല്ലെ, LIC പോലതൊക്കെ നമ്മൾ മാറ്റി നിർത്താം. ബാക്കിയുള്ളത് അല്ലെ ടോട്ടൽ ഡെപ്പോസിറ്റ് പോസ്റ്റ് ഓഫീസും സേവിങ്സ് ഓർഗനൈസേഷൻ ബാങ്കുകൾ എന്താവാം അല്ലെ. ഇവിടെ മൊത്തം ഡെപ്പോസിറ്റ് ചെയ്ത പൈസയും M3 കൂടി ചേർന്നതിനാണ് നമ്മൾ M4 എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ആവർത്തി ചോദിക്കാറുണ്ട്. നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ M1, M2, M3, M4 എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നല്ല രീതിയിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ എക്സാം 4-5 മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ നാരോ മണി ആൻഡ് ബ്രോഡ് മണി ചോദിച്ചിട്ടുണ്ട്. നാരോ മണി എന്ന് പറഞ്ഞാൽ M1 ഉം M2 കൂടി ചേർന്നതിനാണ് നാരോ മണി എന്ന് പറയുന്നത്. സങ്കുചിത പണം എന്ന് പറയും. ഹയസ്റ്റ് ലിക്വിഡിറ്റി, അതായത് ഏത് സമയം എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കുന്നതിനാണ് നമ്മൾ നാരോ മണി എന്ന് പറയുന്നത്. എന്നാൽ ബ്രോഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ M3 ആൻഡ് M4 = എന്താണ് ബ്രോഡ് മണി എന്നാണ് പറഞ്ഞത്. M3, M4 അതത് വിശാല പണമാണ്. അത് പെട്ടെന്ന് നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ സാധിക്കില്ല. അത് ലീസ്റ്റ് ലിക്വിഡിറ്റി ആണ്, പെട്ടെന്ന് നമുക്ക് എടുക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചിലവഴിക്കാൻ കഴിയില്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയുക, ബ്രോഡ് മണി എന്ന് പറയുന്നത്. M3, M4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പെട്ടെന്ന് നമ്മളെ കയ്യിലൊക്കെ അങ്ങനെ കിട്ടുന്നില്ല. അതായത് ബാങ്കിലും മറ്റും ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ആണെങ്കിൽ പോലും അതിന് നിശ്ചിത സമയം കാര്യങ്ങൾ എടുക്കും അല്ല, അത് കുറച്ച് കൂടുതലുള്ള പണമാണ്. അതിനെ നമ്മൾ എന്ത് പറയുക, ബ്രോഡ് മണി അഥവാ വിശാല പണം എന്നൊക്കെ പറയുന്നത്. എക്സ്പ്ലെയിൻ ദി കോമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡിൻ്റെ കോമ്പോണൻസ് ഇതാണ് പറഞ്ഞത്. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വാട്ട് ചേഞ്ചസ് ഇൻ ഇക്വിലിബ്രിയം ഇൻകം അല്ലെ. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇക്വിലിബ്രിയം ഇൻകത്തിൽ എന്ത് മാറ്റം ഉണ്ടോ. ഡ്രോ ഡയഗ്രാം. C bar = 70 crore, I = 30 crore, MPC = 0.80, Y = 500 crore. ഫൈൻഡ് ഇക്വിലിബ്രിയം, ഡ്രോ ഗ്രാഫ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്യണം. ചിലപ്പോൾ 5 മാർക്കിനോ ചിലപ്പോൾ 8 മാർക്കിനൊക്കെ ഈ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ് പറഞ്ഞത്, കോമ്പോണൻസ് ഓഫ് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കോമ്പോണൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അഗ്രിഗേറ്റ് ഡിമാൻഡ് AD നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഗ്രിഗേറ്റ് ഡിമാൻഡ് കോമ്പോണൻസ് AD = C+I ആണ് അല്ലേ. C+I എക്സ് ആൻഡ് കൺസപ്ഷൻ ആൻഡ് എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ആസൂത്രിത ഉപഭോഗവും ആസൂത്രിത നിക്ഷേപവും കൂടി ചേർന്നതിനാണ് AD എന്ന് പറയും. 2 സെക്ടർ മോഡലാണ്. എന്നാൽ 3 സെക്ടർ മോഡൽ മാറ്റം സംഭവിക്കും, അവിടെ ഗവൺമെൻറ് കൂടി കടന്നു വരും. അപ്പം AD = C+I, അതായത് C എന്താണോ I എന്താണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എന്താണ് എക്സ് ആൻഡ് കൺസപ്ഷൻ എന്താണെന്ന്, എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന്. അല്ല അവിടെ പ്ലാനിങ് ആണ്, അതായത് നമ്മൾ ആസൂത്രണം ചെയ്യണം. ഇത്ര എന്താണ് നമ്മൾ ഇത്ര ചോദന ആണെന്നുണ്ടെങ്കിൽ ഇത്ര ഉപഭോഗത്തിന് വേണ്ടിയും അല്ലെങ്കിൽ ഇത്ര നിക്ഷേപമൊക്കെ ആണെന്ന രീതിയിൽ നമ്മൾ എഴുതേണ്ടതാണ്. എക്സ് ആൻഡ് കൺസപ്ഷൻ ആൻഡ് എക്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് വാട്ട് ചേഞ്ചസ് ഇൻ ഇക്വിലിബ്രിയം ഇൻകം. ഇക്വിലിബ്രിയം ഇൻകത്തിലും എന്ത് മാറ്റം ഉണ്ടാവും. ഡ്രോ ഡയഗ്രാം. അതിന് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എസ് അല്ലേ, സപ്ലൈൻ്റെ ഇത് വരച്ചിട്ടുണ്ട്. S = Y അല്ലെങ്കിൽ Y = S നമ്മൾ ഇവിടെ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ ഡിമാൻഡ് കർവും വരച്ചു. എന്താ ഡിമാൻഡ്, AD = C+I. C+I പഠിച്ചിട്ടുണ്ട്. ഇവിടെ AD അല്ലേ, അതായത് A ബാർ ഓട്ടോണമസ് ഘടകമാണ്. ഇവിടെ നമ്മൾ ADയും
ഇവിടെ വൈയും അല്ലേ. ഈ സമയത്തുണ്ടാകുന്ന ഡിമാൻഡ് അഗ്രിഗേറ്റ് ഡിമാൻഡ്, ഈ സമയത്തുണ്ടാകുന്ന ഇൻകം ഇക്വിലിബ്രിയം ഇൻകം 0. ഇനി എന്താണ് പറഞ്ഞത്? ഓട്ടോണോമസ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ് അല്ലെ. ഓട്ടോണോമസ് ഘടകം എ ബാറിൽ മാറ്റം സംഭവിച്ചു. എ ബാർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സമാന്തരമായിട്ട് മുകളിലേക്ക് സ്ഥാനം മാറും. അതായത് ഇവിടെ ആയിരിക്കും പുതിയ എ ബാർ 1 അല്ലെ. ആ സമയത്ത് ഉണ്ടാവുന്ന അഗ്രിഗേറ്റ് ഡിമാൻഡ് ഇവിടെ ആയിരിക്കും കാണിച്ചിരിക്കുക. ആ സമയത്ത് ഉണ്ടാവുന്ന എന്ത് സംഭവിക്കും? ഇക്വിലിബ്രിയം ഇൻകം ഇൻക്രീസ് ചെയ്യും. ഇൻകം ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത്, അതായത് AD1 ഈക്വൽ ടു എ ബാർ പ്ലസ് സി പ്ലസ് ഐ ആയിരിക്കും ഇവിടെ പുതിയ ഡിമാൻഡ്. അപ്പോൾ അത് എന്തൊക്കെയാണ് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്? സി ബാർ ഈക്വൽ ടു 70 crore, ഐ ഈക്വൽ ടു 30 crore, MPC ഈക്വൽ ടു 0.8, വൈ ഈക്വൽ ടു 500 crore. ഫൈൻഡ് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം കണ്ടെത്തുകയും അതിന് ഗ്രാഫ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വിലിബ്രിയത്തിൽ AD ഈക്വൽ ടു AS ആയിരിക്കും. AD ഈക്വൽ ടു AS ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ AS ഈക്വൽ ടു എന്തായിരിക്കും? Y ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AD ഈക്വൽ ടു എന്തായിരിക്കും? Y ആയിരിക്കും. ഇതാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാനുള്ളത് ഇക്വേഷന്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് AD ഈക്വൽ ടു സി പ്ലസ് ഐ ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. AD ഈക്വൽ ടു സി പ്ലസ് ഐ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് AD ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ ആണെന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. AD ഈക്വൽ ടു വൈ, കാരണം എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് AD ഈക്വൽ ടു വൈ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം AD ഈക്വൽ ടു വൈ എന്ന് ഇവിടെ എഴുതി. ഇനി AD ഈക്വൽ ടു നമ്മൾ നേരത്തെ എന്ത് എഴുതിയിട്ടുണ്ട്? സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ എന്ന് എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ADൻ്റെ സ്ഥാനത്ത് വൈ കൊടുക്കുക. വൈ ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ പ്ലസ് ഐ ബാർ ആയിരിക്കും. ഇനി നമ്മൾ വൈ എന്നുള്ളിടത്ത് എന്ത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്? വൈ ഈക്വൽ ടു 500 crore എന്ന് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുപോലെ ഇവിടെ എഴുതി കഴിഞ്ഞു. ഈക്വൽ ടു സി ബാർ തന്നെ നമുക്ക് തന്നിട്ടുള്ളത് 70 crore പ്ലസ് സി വൈ. സി എന്നുള്ളത് ഇത് സ്മോൾ ലെറ്റർ സി ആണ്. ഇത് വൈൻ്റെ കൂടെ ഇൻകത്തിനനുസരിച്ച് കൺസെപ്ഷൻ ആണ്. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ കൺസെപ്ഷൻ ഇൻക്രീസ് ചെയ്യും, ഇൻകം ഡിക്രീസ് ചെയ്യും, കൺസെപ്ഷൻ ഡിക്രീസ് ചെയ്യും. അതിന് നമ്മൾ MPC എന്നാണ് പറയാം. MPC നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? 0.8 എന്ന് കിട്ടിയിട്ടുണ്ട്. പ്ലസ് ഐ ബാർ എത്രയാണ് തന്നുള്ളത്? ഐ ഈക്വൽ ടു ഐ ബാർ എന്നാണ്. ഐ ഈക്വൽ ടു ഐ ബാർ ആണെങ്കിൽ 30 crore എന്നും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് നോക്കാം. 500 അല്ലേ, അതുപോലെ എടുത്ത് എഴുതി കഴിഞ്ഞു. 70 പ്ലസ് 0.8 വൈ ഉണ്ട് കേട്ടോ, കാരണം നമ്മൾ വൈ ഇവിടെ സംഖ്യ എത്ര തന്നിട്ടില്ല. 0.8 വൈ പ്ലസ് 30, ഈ സംഖ്യകൾ തമ്മിൽ ആദ്യം നമ്മൾ പ്ലസ് ചെയ്യാം, ആഡ് ചെയ്യാം. 100 അല്ലേ, 70 പ്ലസ് 30 100 പ്ലസ് 0.8 വൈ, അതുപോലെ തന്നെ നമ്മളിവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 500 ഇവിടെ 100 രണ്ട് സംഖ്യകളുണ്ട്. അപ്പോൾ രണ്ടിനും ഒരു ഭാഗത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ 500 അല്ലേ ഏറ്റവും വലുത്, അതിനെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈ 100 ഇപ്പുറത്ത് കൊണ്ടുവരിക. 500 ഇവിടെ പ്ലസ് അല്ലേ, ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? മൈനസ് 100 ഈക്വൽ ടു 0.8 വൈ. 500 മൈനസ് 100 ആണെങ്കിൽ എന്തായിരിക്കും? 400 ഈക്വൽ ടു 0.8 വൈ. നമുക്ക് എന്താണ് കിട്ടേണ്ടത്? ഇൻകം ഇക്വിലിബ്രിയം ഇൻകം ആണോ എന്ന് അറിയണം. അതായത് വൈ ഈക്വൽ ടു വൈനെ ഇവിടെ നിലനിർത്തിക്കൊണ്ട് 0.8നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരിക. വൈ 0.8 ഇൻറ്റു വൈ എന്നാണ്. അതായത് 500 ബൈ അല്ലേ, ഇൻറ്റുള്ള ഇങ്ങോട്ട് വരുമ്പോൾ എന്തായി മാറും? ബൈ ആയി മാറും. 0.8 ഈക്വൽ ടു വൈ. ദെർഫോർ വൈ ഈക്വൽ ടു 400 ഡിവൈഡ് ബൈ 0.8 500. ഇതന്നല്ലേ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ളത്. അപ്പം ഇക്വിലിബ്രിയം ഇൻകം ആണ്. നമുക്ക് നേരത്തെ ഇൻകം 500 തന്നിട്ടുണ്ട്. അത് തന്നെയാണ് നമുക്കിവിടെ ആൻസറിലും കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വരച്ചത് അതുപോലെ ഗ്രാഫ് വരയ്ക്കുക. അവിടെ വൈ സ്റ്റാർ എന്നുള്ളടത്ത് 500 എന്ന് കൊടുക്കുക. AD എന്നുള്ളടത്ത് എന്താ ഇതെന്ന് നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഒരു പക്ഷേ ക്വസ്റ്റ്യൻ ഇതിന് മറ്റു രീതിയിലും ചോദിക്കാറുണ്ട്. എങ്ങനെ ചോദിക്കും? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ 900 crore, MPC ഈക്വൽ ടു 80%, ഇക്വിലിബ്രിയം ഇൻകം, ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം. ഈ രീതിയിലും ചോദ്യം വരും. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ 90 crore, MPC ഈക്വൽ ടു 80%, ഫൈൻഡ് ഇക്വിലിബ്രിയം ഇൻകം. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യാം? വളരെ സിമ്പിളായിട്ട് 2 മാർക്കിന് 3 മാർക്കിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണത് അല്ലേ. ഇവിടെ MPC 80%, MPC 80% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.8 എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 1ൽ 80% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.8. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ 90 crore. ഇതിൻ്റെ ഇക്വേഷൻ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കണം. എന്തായിരുന്നു ഇതിൻ്റെ ഇക്വേഷൻ? Y ഈക്വൽ ടു A ബാർ ബൈ
1 - c എന്ന ഇക്വേഷൻ ആണ് നമ്മളവിടെ ഉപയോഗിച്ചാൽ മതി. നേരത്തെ ചെയ്ത രീതിയിൽ നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അതിനേക്കാൾ സുഖം ഈ ഒരു ഇക്വേഷൻ ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ ചെയ്ത ഇക്വേഷൻ ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പം y = a bar by 1 - c. Therefore a bar അല്ലേ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ 90 crore എന്ന് കിട്ടുന്നുണ്ട് ബൈ 1 - c 80% എന്നാണ്. അപ്പോൾ നമ്മളെന്താണ് ഇത് 1ലേക്ക് ആക്കുമ്പോൾ 0.8 എന്നാണ് നമുക്ക് കിട്ടുക. ഈക്വൽ ടു 90 by 0.2 എന്ത് കിട്ടും? 450. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് ചെയ്തിട്ടുണ്ട്. 2 മാർക്കിന് 3 മാർക്കിന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.